ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര സംഘടനയുമായുള്ള ഇന്ത്യയുടെ വ്യാപാര കരാർ നിലവിൽ വന്നു. 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കുന്നതാണ് കരാർ. ഇന്ത്യൻ കയറ്റുമതിക്ക് ഗുണകരമാകുമെന്നും വിലയിരുത്തൽ. യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ ഉൾപ്പെടുന്ന 4 രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സ്വതന്ത്ര വ്യാപാര കരാർ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നു. വാണിജ്യവും നിക്ഷേപവും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം. ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റീൻ, നോർവേ, സ്വിറ്റ്സർലൻഡ് എന്നിവയാണ് EFTA അംഗങ്ങൾ. ഇത് സംബന്ധിച്ച കരാർ 2024 മാർച്ച് 10 ഒപ്പുവെച്ചത്. EFTA രാജ്യങ്ങളിൽ നിന്ന് 15 വർഷത്തിനുള്ളിൽ $100 ബില്യൺ നിക്ഷേപ പ്രതിബദ്ധത ഇന്ത്യക്ക് ലഭിച്ചു. അതേസമയം ഇന്ത്യയിൽ 1 കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ EFTA രാജ്യങ്ങൾ ലക്ഷ്യമിടുന്നു. കരാർ പ്രകാരം EFTA രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഇളവുകൾ താൽക്കാലികമായി പിൻവലിക്കാനുള്ള ഓപ്ഷൻ ഇന്ത്യയ്ക്കുണ്ടാകും. ഫാർമ, മെഡിക്കൽ ഉപകരണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണം, പാൽ, സോയ, കൽക്കരി, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ കരാർ പ്രകാരം സംരക്ഷിക്കപ്പെടും. മെഷീനറി, ഓർഗാനിക് കെമിക്കൽസ്, തുണിത്തരങ്ങൾ, തുകൽ, രത്നങ്ങൾ, ആഭരണങ്ങൾ, സംസ്കരിച്ച ഭക്ഷണങ്ങൾ തുടങ്ങിയ മേഖലകളിലെ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് തീരുവ ഇളവുകൾ ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിക്കും അബുദാബിക്കും പിന്നാലെ എയർ ടാക്സി സർവീസ് പ്രഖ്യാപിച്ച് റാസൽ ഖൈമ. 2 വർഷത്തിനകം സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി. എയർ ടാക്സി വരുന്നതോടെ ദുബായിൽ നിന്ന് 15 മിനിറ്റിനകം റാസൽ ഖൈമയിലെത്താം. 2026 പരീക്ഷണയോട്ടം വിജയിച്ചാൽ 2027 വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തനമാരംഭിക്കും. US ആസ്ഥാനമായുള്ള ഇലക്ട്രിക് എയർ ടാക്സി ഓപ്പറേറ്ററായ ജോബി ഏവിയേഷനും UK ആസ്ഥാനമായുള്ള സ്കൈ സ്പോർട്സ് ഇൻഫ്രാസ്ട്രക്ചറും ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. ആദ്യഘട്ടത്തിൽ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് റാസൽ ഖൈമ അൽമർജാൻ ഐലൻഡിലേക്കാകും സേവനം. പിന്നീട് എമിറേറ്റിന്റെ മറ്റു മേഖലകളിലേക്കും വ്യാപിപ്പിക്കും. മണിക്കൂറിൽ 321 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന എയർ ടാക്സിയിൽ 4 പേർക്ക് യാത്ര ചെയ്യാം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. സൗദിയിലേക്ക് മരുന്നുകൾ കൊണ്ടുപോകുന്നതിന് പുതിയ നിബന്ധനകൾ വരുന്നു. നവംബർ 1 മുതൽ പുതിയ ചട്ടങ്ങൾ നിലവിൽ വരും. സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്ന രോഗികൾ ലഹരി അല്ലെങ്കിൽ സൈക്കോട്രോപിക് വസ്തുക്കൾ അടങ്ങിയ മരുന്നുകൾക്ക് ക്ലിയറൻസ് പെർമിറ്റ് നേടണമെന്ന് ജനറൽ അതോറിറ്റി ഓഫ് പോർട്സ് അറിയിച്ചു. മരുന്നുകൾ ഏതൊക്കെയാണെന്ന് വെളിപ്പെടുത്തി സൗദി ഫുഡ് ആൻഡ് ഡ്രഗ് അതോറിറ്റിയുടെ അംഗീകാരം നേടണം. അർബുദം ഉൾപ്പെടെയുള്ള രോഗങ്ങൾക്ക് പതിവായി കഴിക്കുന്ന മരുന്നുകൾ വേദനാ സംഹാരിയായി ചെറിയ തോതിൽ ലഹരി വസ്തുക്കൾ അടങ്ങിയിട്ടുണ്ടാകാം. മറ്റ് രാജ്യങ്ങളിൽ അനുമതിയുണ്ടെങ്കിലും സൗദിയിൽ ഇതിന് നിരോധനമുണ്ട്. ആയതിനാൽ സൗദിയിലെത്തുന്നവർ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. സൗദിയിൽ നിരോധനമുള്ള മരുന്നുകൾ കൈവശം വെച്ചാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരാം. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ മരുന്നുകൾ കൊണ്ടുവരുന്നതിന് പാലിക്കേണ്ട നിയമവ്യവസ്ഥകൾ അറിയാത്തതിനാൽ വിമാനത്താവളങ്ങളിലെ പരിശോധനയിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. നിയന്ത്രിത മരുന്നു പെർമിറ്റുകളുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും കൺട്രോൾഡ് ഡ്രഗ് സിസ്റ്റം വഴി ലഭ്യമാണെന്ന് അതോറിറ്റി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.